അക്ഷരവെളിച്ചത്തിന്റെ ഓർമ്മ പുതുക്കലുമായി മുപ്പത്തടം. വായനാ ദിനത്തിൽ PN പണിക്കരുടെ സ്മരണകൾ ഇരമ്പിയ ചടങ്ങിൽ പുസ്തകങ്ങളുടെ ലോകം തീർത്ത മുപ്പത്തടം ഹോട്ടൽ ദ്വാരക അങ്കണം ശ്രദ്ധേയമായി. എന്റെ ഗ്രാമം ഗാന്ധിജിയിലൂടെ മിഷൻ മുപ്പത്തടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാ ദിനാചരണത്തിൽ അക്ഷരസ്നേഹികളുടെ വൻ പങ്കാളിത്തമാണ് ദൃശ്യമായത്. വായന മരിക്കുന്നില്ല എന്ന പ്രഖ്യാപനവുമായി മുപ്പത്തടത്ത് അക്ഷരസ്നേഹികളുടെ ഒത്തുചേരൽ. ഹോട്ടൽ ദ്വാരക അങ്കണത്തിൽ വെച്ച് നടന്ന വായനാ ദിനാചരണം പത്രം വായിക്കും പവിത്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അറിവ് നേടുന്നതിനൊപ്പം അത് സമൂഹത്തിന് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ വായനശാലകളുടെ വിപ്ലവം തീർത്ത VN പണിക്കരുടെ സ്മരണകൾ ചടങ്ങിൽ ഇരമ്പിയാർന്നു. PN പണിക്കരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അനുഭവങ്ങൾ S. ആന്റണി, KD വാസന്തി, HC രവീന്ദ്രൻ എന്നിവർ പങ്കുവച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തമായി മാറി. മിഷൻ മുപ്പത്തടത്തിന്റെ അമരക്കാരൻ നാരായണൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KS പ്രകാശൻ, അമൃത പ്രീതം, KP മുകുന്ദൻ, രവി നായർ, PM ജോസഫ്, PK ശിവൻ, ഭാസ്കരൻ നായർ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. പുതിയ തലമുറയ്ക്ക് അക്ഷരവെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ ചടങ്ങിനെത്തിയവർക്കെല്ലാം പുസ്തകങ്ങളും വിതരണം ചെയ്തു. മൊബൈൽ സ്ക്രീനുകളിൽ നിന്ന് പുസ്തകങ്ങളുടെ താളുകളിലേക്ക് വരും തലമുറയെ തിരികെ കൊണ്ടുവരണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മുപ്പത്തടത്തെ വായനാ ദിനാചരണം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.